ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സീമ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സീമ, യഥാർത്ഥ പേരല്ല. 18ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. 20 വയസ്സാകുന്നതിന് മുമ്പ് എനിക്കൊരു മകളുമുണ്ടായി. മകൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. പിന്നീട് ഒരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ ശേഷം എൻ്റെ സഹോദരൻ ബാംഗ്ലൂരായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു താമസ സൗകര്യമൊക്കെ അവരുടെ വീടിനടുത്ത് ഒരുക്കി. അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത കാലം വരെയും അവിടെ തന്നെയായിരുന്നു. സാധാരണ ആളുകൾക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ മകൾക്ക് കേരളത്തിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ കുറച്ച് സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അതെല്ലാം തീർന്ന് മകൾ ഡിഗ്രിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് കിട്ടിയത്. അങ്ങനെ വീട് സ്ഥലമൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായി. നാട്ടിലേക്ക് ഇനി താമസം മാറാം. കുറച്ച് റബ്ബറും മറ്റു വരുമാനങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല ജീവിക്കാൻ. അങ്ങനെയാണ് സഹോദരൻ്റെ അടുത്തുള്ള വീട് വിട്ട് ഞങ്ങൾ കേരളത്തിൽ വന്ന് സെറ്റിൽഡായി. പിന്നെ അവൾക്ക് ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷനും എടുത്തു. ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്താണ് കോളേജ്. അവൾ ഡെയിലി പോയിട്ട് വരും. ബാംഗ്ലൂരിലൊക്കെ പഠിച്ച പെണ്ണായതുകൊണ്ട് അവൾക്ക് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും പറയും മെട്രോ സിറ്റികളിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന്. പക്ഷേ അവൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ സ്കൂളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട് അലുകുലത്തുകൾക്കൊന്നും സമയമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മകൾ എല്ലാവരുമായിട്ടും ഭയങ്കര പ്രിയമാണ്. ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വരും. അവളുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമൊക്കെ ആയിട്ട്. അതിലൊന്നും എനിക്കൊരു അപാകതയും തോന്നിയില്ല. പക്ഷേ എൻ്റെ അടുത്ത ചില ബന്ധുക്കളുണ്ടായിരുന്നു. അവർക്കിതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ആൺപിള്ളേരുമായിട്ട് അമിത കൂട്ട് പാടില്ല, ഇത് ബാംഗ്ലൂരൊന്നുമല്ല എന്ന് പറഞ്ഞു. എനിക്കത് ആദ്യം കൊണ്ട് ദഹിച്ചില്ലെങ്കിലും പിന്നീട് ഓർത്തു, നാട്ടുപുറത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ജീവിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ആൺകൂട്ടുകെട്ട് നീ നന്നായി നിയന്ത്രിക്കണമെന്ന്. അവൾ പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ പഴഞ്ചനാകുന്നത്? ബാംഗ്ലൂരിൽ വെച്ച് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ വേറെ, കേരളത്തിൽ വേറെ, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണമെന്ന്. എങ്കിലും അവൾ പറഞ്ഞു, എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് ആൺപിള്ളേർ, അവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒഴിവാക്കണ്ട, കോളേജിൽ ചെല്ലുമ്പോൾ മിണ്ടിയാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ടെന്ന് പറയും. പക്ഷേ ഒരു ചെക്കനുണ്ട്, അവൻ ഇത്തിരി തണ്ടും തടിയും ഒക്കെയുള്ള സുന്ദരനാണ്, കാറുമുണ്ട്. ഇവരെയൊക്കെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇവൾ ഒരിക്കലും അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. ഒരു ദിവസം ആ പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് ദീർഘനേരം സംസാരിച്ച് നോക്കി. മാന്യനായ ഒരു പയ്യനാണ്, എല്ലാം തുറന്നു പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവൻ വലിയ കുഴപ്പക്കാരനല്ല എന്നതുകൊണ്ട് അവനെ ഞാൻ വീട്ടിൽ അനുവദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 4 മണിക്ക് അവർ വന്നു കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ അവളോട് പറയുകയാണ്, ഞാനിവിടെ നിൽപ്പുണ്ട്, അല്ല നിൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരിയാണ്, നിൻ്റെ അമ്മയാണെന്ന് പറയില്ല, ഒരു ചേച്ചിയാണെന്ന് പോലും പറയില്ല, അത്രയ്ക്കും സൗന്ദര്യവും ചെറുപ്പമാണ്. പിന്നെന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വിധവയായിട്ട് നിൽക്കുന്നത്? പുതിയൊരു കല്യാണം അമ്മയ്ക്ക് നീ കണ്ടുപിടിച്ച് കൊടുത്തുകൂടെ? നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ആലോചിക്കാതിരുന്നത്? ഒരാൺതുണ അമ്മയ്ക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാതായി. എനിക്കൊരു നാണക്കേട് പോലെ. കാര്യം ഇത്രയും കാലമായിട്ടും 2ാം കല്യാണത്തെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചെറുപ്പക്കാരിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ടെന്നോ എനിക്കൊട്ട് തോന്നിയിട്ടുമില്ല. എൻ്റെ ആങ്ങളുടെയൊക്കെ കൂടെയല്ലേ ഞാൻ താമസിച്ചത്. അപ്പോൾ ഇതൊന്നും കേൾക്കാനും പറയാനുമുള്ള ഒരു രീതിയിലും അവസരമില്ലായിരുന്നു. ഇപ്പം ചെക്കനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഒന്ന് പോടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെന്ന്. പക്ഷേ എൻ്റെ മകൾ അത് ശരിവെച്ചു. അവൻ പറഞ്ഞത് നല്ലൊരാശയമാണ്. പിന്നീട് അവളെൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കൂ, ഒരു കുഴപ്പമില്ല. ഒരു 4-5 വർഷം ഞാൻ അമ്മയോടെ കാണും. അത് കഴിയുമ്പോൾ എനിക്ക് കല്യാണമാകും. അപ്പോൾ ഞാനങ്ങ് പോവുകയും ചെയ്യും. അമ്മ ഒറ്റയ്ക്കായി പോകും. ഓ, അത് സാരമില്ല, നീയും ഭർത്താവും നിനക്കുണ്ടാകുന്ന കുട്ടികളുമൊക്കെ എനിക്കില്ലേ? അതല്ല അമ്മേ, അമ്മ ഇപ്പോഴും സുന്ദരിയാണ്. അവൻ പറഞ്ഞത് കറക്റ്റാണ്. അവനാണെങ്കിൽ എല്ലാവരെയും നോക്കി, ആണിനെയും പെണ്ണിനെയും ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറയുന്ന ഒരുത്തനാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയെ പോലെ തോന്നുകയുള്ളൂ. അമ്മ ചെറുപ്പാണെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഇനിയും യൗവനം ബാക്കിയുണ്ട്. എന്തിനാമ്മേ ഇനി അത് വേസ്റ്റ് ആക്കുന്നത്? ഇത്രയും കാലം എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം അമ്മ ഒരു 2ാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എന്നെയും കൂടി അംഗീകരിക്കുന്ന ആളായിരിക്കണം. അതേപോലെ 2ാനച്ഛൻ്റെ പോരൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞു. ഒന്ന് പോവണേ, ഈ വയസ്സാം കാലത്ത് ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോവാം, അടങ്ങി ഒതുങ്ങി നടന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൾ ഇക്കാര്യം എടുത്തിടും. അപ്പോഴൊക്കെ ഞാൻ പറയും വേണ്ടാന്ന്. ഒരു ദിവസം അവൾ പറഞ്ഞു, അമ്മ വേണ്ടെന്ന് പറയുമ്പോഴും അമ്മയുടെ ജീവിതം ഇങ്ങനെ വേസ്റ്റായി പോകുന്നതിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇനി ഒരാളെ കണ്ടുപിടിക്കും. ഓ
നീ എനിക്കിനി രണ്ടാം ഭർത്താവിനെ ഒന്നും കൊണ്ടു തരണ്ട. ഇനി അങ്ങേരെ വന്നിട്ട് വേണം 2 ആഴ്ച കഴിയുമ്പോൾ നീ പറയാൻ അങ്ങേരെ എന്നെ പേടിപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്. അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ പൊട്ടിപ്പെണ്ണൊന്നുമല്ല. ഇപ്പോൾ ആണുങ്ങളോടൊക്കെ കറങ്ങി നടക്കുന്നു. അമ്മ അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയും ചെയ്തു. എന്ന് വെച്ചിട്ട് ഇതുവരെയും എന്തെങ്കിലും പ്രശ്നം ഞാൻ ഉണ്ടാക്കിയോ? ഇല്ല. എനിക്കറിയാം ആളുകളെ എവിടെ, എങ്ങനെ, ഏത് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് അമ്മയ്ക്കൊരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ശല്യമല്ല എന്നവൾ 10 വട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ നീ കണ്ടുപിടിച്ചോളൂ എന്ന്. അത് ഞാൻ ആശയമുണ്ടായിട്ട് പറഞ്ഞതല്ല. ഇനി പെണ്ണിൻ്റെ നാവങ്ങ് അടക്കാം എന്ന് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരാൾ എവിടെ ഇരിക്കുന്നു? അവൾ ചുമ്മാ ഇങ്ങനെ ആശിച്ച് നടക്കും. അങ്ങനെ കിട്ടുകയില്ല. പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുളിയതാണ്. ഒരു ദിവസം അവൾ കോളേജിൽ നിന്ന് നേരത്തെ വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, മാളിൽ ഒരു ഓഫറുണ്ട്, നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും. ഞാൻ പറഞ്ഞിട്ട് നാളെ പോകാം, ഇനി വൈകിട്ട് അത് സാരമില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാളിൽ പോയി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒത്തിരി സന്ധ്യയായല്ലോ, നമുക്കൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകാമെന്ന്. ബസ്സിന് പോകുന്നത് ഇനി ബുദ്ധിമുട്ടാകും. അവൾ പറഞ്ഞു, പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൈഡിൽ നിന്നും ഒരാൾ വന്നിട്ട് എൻ്റെ മോളുടെ പേര് വിളിച്ചു. മോളെ, എന്തുണ്ട് വിശേഷമെന്ന്? അയ്യോ, അങ്കിൾ എങ്ങനെ ഇവിടെ വന്നു? അതെ, ഞാനും പർച്ചേസ് ചെയ്യാൻ വന്നതാണെന്ന്. അമ്മേ, എൻ്റെ കൂട്ടുകാരിയില്ലേ ദീപിക, അവളുടെ അങ്കിളായത് കേട്ടോ. അങ്കിൾ എന്നിട്ട് പർച്ചേസ് ചെയ്തില്ലേ? ഇല്ല മോളെ, ഞാൻ കയറാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങളെ ഓട്ടോ നോക്കി നിൽക്കുക വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ എടുക്കാനുള്ളൂ, ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം ഇറങ്ങി വരാം, മോളെ ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട, ബുദ്ധിമുട്ടാകും എന്ന് ഞാനും പറഞ്ഞു, മോളും പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ഞാനിപ്പോൾ വരാം, കൊണ്ടുവിടാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 10 മിനിറ്റ് അവിടെ നിന്നു. ആ ഗ്യാപ്പിന് ഞങ്ങൾ അപ്പുറത്തെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടി നിനക്ക് അങ്ങനെയുമായിട്ട് ഇത്ര അടുപ്പം? അയ്യോ, ദീപിക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അവളുടെ അങ്കിളാണ്. പിന്നെ പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നല്ല പൊസിഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിച്ചതല്ലേ അയാൾ? കല്യാണം കഴിച്ചതാണ്. ആദ്യത്തെ 5 വർഷം മാത്രമേ അങ്ങനെ വിവാഹബന്ധം നിലനിന്നുള്ളൂ. അതെന്താ, അത് കഴിഞ്ഞ ശേഷം അവർ മരിച്ചുപോയോ? മരിച്ചൊന്നുമല്ല, അവർ വേറെ ആരുടെ കൂടെയോ ഒളിച്ചോടിപ്പോയി. അയ്യോ, അത് കഷ്ടമായല്ലോ. കല്യാണത്തിന് മുമ്പേ ആ സ്ത്രീക്ക് മറ്റാരുമായിട്ടോ ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാളുടെ ഒളിച്ചോടി പോയത്. അത് കൊള്ളാലോടി, കല്യാണം കഴിഞ്ഞ് 5 വർഷം കാത്തിരിക്കണോ കാമൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ? അതെനിക്കറിയില്ല. ശരിക്കും അങ്ങനെ വിദേശത്തോ മറ്റോ ആയിരുന്നു. അന്നേരമാണ് കാലം അനുകൂലമായത്. അപ്പോൾ അത്രയും നാൾ ഇവരെങ്ങനെ ജീവിച്ചു? അതവർ വഴക്കും വക്കാണൊക്കെ ആയിട്ട് ജീവിച്ചെന്ന ദീപിക പറഞ്ഞത്. ഇവരുടെ വീട്ടിൽ അവർ നിൽക്കില്ലായിരുന്നു പോലും. അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായില്ലേ? അതൊന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് അതൊന്നും നടന്നില്ലെന്നാണ് അവൾ പറഞ്ഞത്. കൊള്ളാവല്ലോ, നീ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അത് പിന്നെ ഈ മാമൻ്റെ കാര്യം അവൾ എപ്പോഴും പറയും. അവളെ സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല, നല്ല സൂപ്പർ ഒരു മനുഷ്യനല്ലേ മേ? കണ്ടോ എന്ത് രസമാണ്. എൻ്റെ അച്ഛനേക്കാൾ എന്തൊരു സൗന്ദര്യമാണ് പുള്ളിക്കല്ലേ? ആണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. പിന്നീട് അവൾ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അയാൾ വന്നു. ഞങ്ങൾ 2 പേരും കൂടെ കാറിന് പുറവശത്ത് കയറി ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു. ഒരു കപ്പ് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചെങ്കിൽ പുള്ളി വന്നില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും മോളിനോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, എന്ത് തോന്നാൻ? അല്ല, അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിമുടി അമ്മ അങ്ങനെ നോക്കിയോ? കണ്ടോ, ഇപ്പോഴും തലമുടി പോലും നരച്ചിട്ടില്ല. എന്തൊരു യൗവനമാണ് പുള്ളിക്ക്. അത് മാത്രമാണോ, ജിമ്മിലൊക്കെ പോയി നല്ല കട്ട ബോഡിയല്ലേ? എടി, നീ എന്താ പറഞ്ഞത്? എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മേ, ശരിക്കും ഈ നടന്നത് ഒരു പെണ്ണ് കാണലായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ആളാണ് ഇത്. ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന്, ദീപികയും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായി കണ്ടുമുട്ടുക. അമ്മയും അങ്ങേരും കൂടെ ജസ്റ്റ് 2-3 വാക്കെങ്കിലും സംസാരിച്ചല്ലോ. അങ്ങേർക്ക് അമ്മയെ നേരിട്ട് കാണാൻ ഒരു അവസരം ഒരുക്കുകയായിരുന്നു. ഇടി, നീ എന്തേ കാണിച്ചത്? എന്താ കാണിക്കാൻ? ഇത് നോർമലുള്ള കാര്യമല്ലേ? ഇനി പുള്ളിക്കാരൻ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയും, റിസൾട്ട് കിട്ടും. എന്ത് റിസൾട്ട്? അമ്മയെ അടിമുടി പുള്ളിക്കാരൻ നോക്കിക്കാണും. പിന്നെ അമ്മയേക്കാൾ 1.5 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ പെർഫെക്റ്റാണ് കല്യാണം കഴിക്കാൻ. സാധാരണ ആ പ്രായത്തിലുള്ള ഒരാൾ ശരിക്കും 5-6 വയസ്സിന് താഴ്ന്നൊരു പെണ്ണിയായിരിക്കും മോഹിക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് ഒരു ചെറിയ ഭർത്താവിനെയാണ്. ചെറിയ ഭർത്താവോ? അതെ, പ്രായം കുറഞ്ഞ നല്ല കട്ടയൊരു ഭർത്താവ്. ഈ പെണ്ണിൻ്റെ തലയ്ക്ക് ഓളമാണ്. എൻ്റെ തലയ്ക്ക് ഒരോളവുമില്ല. എന്തായാലും ഞാൻ ഈ കല്യാണം നടത്തും, നോക്കിക്കോ എന്ന് പറഞ്ഞു. ഒന്ന് പോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറിയെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങേരെ കണ്ടപ്പോൾ കൊള്ളാമല്ലോ, സുന്ദരനാണല്ലോ എന്നൊക്കെ ഓർത്തു. ഞാൻ വിചാരിച്ചത് എന്നേക്കാൾ ഒത്തിരി ഇളയതായിരിക്കും എന്നാണ്. പക്ഷേ എന്നേക്കാൾ 1.5 വയസ്സിന് മൂപ്പ്, ഇളം പ്രായം പോലെ എനിക്ക് തോന്നി. എൻ്റെ മധുവിധ കാലത്തേക്ക് ഞാൻ പോയി. എൻ്റെ ഭർത്താവും സുന്ദരനായിരുന്നു.
അദ്ദേഹവും ഒരാക്രാന്തക്കാരനും ആവേശക്കാരനുമായിരുന്നു. എനിക്ക് സമ്മാനിച്ച നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് മാഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ, ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ മകളിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പം മകൾ അങ്ങ് സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്, അവളാണല്ലോ നിർബന്ധിക്കുന്നത്, അപ്പോൾ പിന്നെ ഒരു തടസ്സവുമില്ല. എൻ്റെ മനസ്സിലും ഏതോ മോഹങ്ങൾ മുട്ടിട്ട് തുടങ്ങി. പൂത്ത് വിരിയുമോ അറിയില്ല, പക്ഷേ മോഹിക്കണ്ട. കാര്യം പുള്ളി റിസൾട്ട് പറയുമോ എന്നുള്ളത് സംശയമാണ്. റിസൾട്ട് നോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയില്ലേ. പക്ഷേ രാത്രി 10 മണിയായപ്പോഴേക്കും മോള് വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അമ്മേ, പുള്ളിക്കമ്മേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താ പെണ്ണേ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് കല്യാണമോ? പിന്നെ അമ്മയ്ക്ക് ഇനി ആരോട് ചോദിക്കാനാണ്? എല്ലാവരോടും പറയുക, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ബാധകളൊന്നുമില്ല. ഇപ്പം കല്യാണം കഴിച്ചാൽ എന്താ, ആരും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് മാമന്മാരോടും ബന്ധുക്കളോടും ഒക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവൾ എല്ലാവരോടും പറഞ്ഞു. എടി, ജാതകവും അങ്ങനെയുള്ള കാര്യങ്ങൾ, അയ്യേ കൊച്ചു കള്ളി, ഈ ജാതകത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഈ വയസ്സാം കാലത്തെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ആഹാ, അപ്പം എനിക്ക് വയസ്സായല്ലേ? പിന്നെ വയസ്സായില്ലേ? വയസ്സായാലും അമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേ? പിന്നെ ജാതകം അത് നോക്കിയതാണ്. ജനതീയത എനിക്കറിയാമല്ലോ. അങ്ങനെ ഞാനും ദീപികയോട് നോക്കിയതാണ്. അമ്മ ഒന്നുകൊണ്ട് പിടിക്കേണ്ട കാര്യമില്ല. 10ൽ 8 പൊരുത്തമുണ്ടായിരുന്നു. അമ്മ അച്ഛനും തമ്മിൽ എത്ര പൊരുത്തം ഉണ്ടായിരുന്നു? 7 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അതിലും ഒരു പൊരുത്തം കൂടുതലാണ്. അമ്മ ഇനി അടിച്ചു പൊളിക്കൂ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കൂടെ ഇല്ലേ? ഞാൻ അൾട്രാ മോഡേൺ അല്ലേ? അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും എൻ്റെ ആഗ്രഹങ്ങൾ അമ്മയോട് പറയാൻ. അമ്പടി കള്ളി, നിനക്ക് ആരോടോ പ്രേമമുണ്ട്, എന്നിട്ട് എൻ്റെ തലയിലേക്ക് ഒരുത്തിനെ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അവനെക്കുറിച്ച് എന്നോട് ഒന്ന് പറയാനല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയെങ്കിലും അങ്ങനെ. എന്തായാലും തൽക്കാലം ജോലിയൊന്നും നേടാതെ ഒരിക്കലും പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഞാനില്ല. ആദ്യം അമ്മയുടെ കല്യാണം കഴിയട്ടെ, അമ്മയൊന്ന് സെറ്റിലാകട്ടെ, അമ്മ മതവിദ്യന് പോയി തിരിച്ചു വരട്ടെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം വന്നു. എന്തോ ദുരൂഹത ഉണ്ടല്ലോ പെണ്ണിൻ്റെ കയ്യിൽ എന്ന് ഞാൻ പറഞ്ഞു. ദുരൂഹത ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് ഭർത്താവിനെ കിട്ടില്ലേ? അമ്മ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവൾ തന്നെ എല്ലാവരോടും പറഞ്ഞു. എൻ്റെ അഭിപ്രായം ചോദിക്കാൻ അവൾ ആരെയും സമ്മതിച്ചില്ല. അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഭാഗ്യമാണ് അത് നടന്നത്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ മോഹത്തിൻ്റെ ഒരു പൂരക ശക്തിയായി അദ്ദേഹം വരികയും ചെയ്തു. അഗാധമായ നീരുറവുകളെ തൊട്ടുണർത്തുന്ന ഒരു വസന്തം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ അവിചാരിതമായ രണ്ടാം മധുവിധി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അടിമുടി ഞാൻ പൂത്തെളിഞ്ഞു പോയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് വമ്പനൊരു വീടുണ്ട്. അവിടെ അദ്ദേഹം തനിയാണ്. ഈ വീട് ഇവിടെ ഉണ്ട്. ഇത് സാമാന്യം വലിയ വീടാണ്. 2 വീടുകളുമായിട്ട് മാറി മാറി നിൽക്കാം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരാഴ്ച അവിടെ നിൽക്കും, ഒരാഴ്ച ഇവിടെ നിൽക്കും. മകൾ ഞങ്ങളുടെ കൂടെ കാണും. ഈ വീട്ടിനെക്കാട്ടിലൊക്കെ ഒത്തിരി സൗകര്യമുണ്ട് അവരുടെ വീട്ടിൽ. പിന്നെ അവളും ദീപികയും കൂടെ അവരുടെ വീട്ടിൽ നിന്നു ആദ്യത്തെ 3 മാസം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോയി മാഡം. കൊടൈക്കനാൽ, ഊട്ടി, മൈസൂര്, ബാംഗ്ലൂർ ബന്ധുവീട്, പിന്നെ ഹംപി, കൊണാർക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കറങ്ങി നടന്നു. അവസാനം ഞങ്ങൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ പോയി തൽക്കാലം മധുവിധ അവസാനിപ്പിച്ചു. അടുത്ത വർഷം എങ്ങോ പോകാമെന്ന് പറഞ്ഞു, മലേഷ്യയോ സിംഗപ്പൂരോ എവിടെയോ. പക്ഷേ മാഡം, ആകെ കൂടി തളർത്ത് പൂത്തു നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വളരെ പതുക്കെ പതുക്കെ ഉൾകേന്ദ്രങ്ങൾ തുറന്നു പോകുന്ന ഒരു തുരങ്കപാത നിർമ്മിക്കുന്ന സമർത്ഥനായ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാൻ അദ്ദേഹത്തെ പോലെ മിടുക്കനായ ആരുമില്ല. പഴയ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോൾ കിട്ടിയത് കിട്ടാക്കനിയാണ്. കിട്ടാക്കനി കിട്ടിയാൽ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആദ്യ ഭർത്താവിനെ എന്നോട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറയാൻ ഇത്തിരി മടിയായിരുന്നു. എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നൊരു ബന്ധമായിരുന്നു അത്. അതിൽ ഞാൻ ഓക്കെയുമായിരുന്നു. ഭർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഭർത്താവ് എന്നോട് പറഞ്ഞു, മോളെ നീ തലയാട്ടി പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ 2ാമത്തെ പരീക്ഷണത്തിന് മുതിർന്നു. ആദ്യമൊക്കെ പരീക്ഷണം ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പിൻവാങ്ങാൻ മടിയാണ്. സത്യം പറഞ്ഞാൽ പുതിയ ഭർത്താവുമായുള്ള ആ ഒരു പ്രണയം എനിക്കത് ഇച്ഛ പിടിച്ചുപോയി.
നന്നേ ഇഷ്ടമായി. ഞാനും ആക്റ്റീവായി. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടങ്ങൾ കൂടുമ്പോൾ ഞാൻ പറയും, ഇങ്ങോട്ട് വന്നേ മനുഷ്യ. എനിക്ക് തലയാട്ടാൻ ഒരു മടിയുമില്ലാതായി മാറി. അവസാനം അദ്ദേഹം ചോദിച്ചു, കൊള്ളാലോ, ആദ്യം പറഞ്ഞപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം നീ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണോന്ന്. ഞാൻ പറയും, മര്യാദയ്ക്ക് വരുന്നുണ്ടോയെന്ന്. അപ്പോഴേക്കും പുള്ളി വരും. നീ ഇത്രയും വലിയ മിടുക്കിയായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയും. ഞാൻ പറയും, സംസാരിക്കാൻ സമയമില്ല, ഇങ്ങോട്ട് വന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. എൻ്റെ മോള് എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. അവരെൻ്റെ മനസ്സറിഞ്ഞു, അവളെൻ്റെ ഉള്ളം കണ്ടു. എനിക്ക് മനസ്സ് നിറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റി. പക്ഷേ അദ്ദേഹം വന്നതിൽ പിന്നെ അവൾക്കും ഒത്തിരി ബെനിഫിറ്റുകളുണ്ടായി. അവൾക്ക് ഇഷ്ടം പോലെ പണമായി. എന്ത് പറഞ്ഞാലും പുള്ളി വാങ്ങിച്ചു കൊടുക്കും. അവളുടെ ഇഷ്ടത്തിന് നടക്കും. എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ഒരിഷ്ടത്തിനും അവളെതിരല്ല. ഞങ്ങളെ ശല്യപ്പെടുത്താനും വരില്ല. അങ്ങനെ ഒരു മകളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ജീവിതമാണ് എൻ്റേത്. ഒരു ദിവസം അന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസം. അവിടെ നിന്നാണ് അവൾ കോളേജിൽ പോകുന്നത്. അദ്ദേഹം കാൽ കൊണ്ടുവിടും. അത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്കും പോകും. ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്ത് കാത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ വിളിക്കുകയും ചെയ്യും. അന്ന് അവർ പോയ ശേഷം ഒരു കോളിംഗ് ബെല്ല് കേട്ടു. ആര് വരാനാണ് എന്നോർത്ത് ഞാൻ കഥക തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സുഹൃത്തായ ചെക്കനാണ്. മോനെ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? അവളുടെ ഡാഡി കൊണ്ട് വിട്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. അമ്മ കഥ കടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചെന്തിനാ ഞാൻ കഥ കടയ്ക്കുന്നേ, അമ്മയൊന്ന് കഥ കടയ്ക്കുമെന്ന് പറഞ്ഞ് അവൻ സെറ്റിലിരുന്നപ്പോഴേക്കും കഥ കടച്ചിട്ട് ഞാനും ഇരുന്നു. എന്താ മോനെ, എന്തൊരു പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് അറിയാത്തൊരു കാര്യം ഇവിടെ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ശരിക്കും അവൾ ഇപ്പം ഞങ്ങളോട് ആരോടും വലിയ സഹകരണമൊന്നുമില്ല. നീ അവൾ തമ്മിൽ പ്രേമം വല്ലതായിരുന്നു? ഇല്ലമ്മേ, എനിക്ക് അവളോട് നല്ല പ്രേമുണ്ടായിരുന്നു. അവളുടെ പുറകെ ഞാൻ നടന്നു. പക്ഷേ അവൾ ഒരിക്കൽ പോലും എന്നോട് സ്നേഹമുള്ളതുപോലെ പെരുമാറിയതല്ലാതെ പ്രേമമുള്ളതുപോലെ പെരുമാറിയില്ല. എന്താ പറഞ്ഞു വരുന്നേ? അതാണോ കുഴപ്പം? അതല്ല കുഴപ്പം. അമ്മയ്ക്ക് ഇപ്പം ഭർത്താവായി വന്ന അവൾ ഡാഡി എന്ന് വിളിക്കുന്ന ആ പുള്ളിക്കാരനുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. തോന്നിയാസം പറയരുത്, നീ ഇവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അല്ലമ്മേ, അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കൂ. കാര്യം ഞാൻ അവളുടെ മൊബൈലിൽ കണ്ടതാണ്. അവളുടെ മൊബൈൽ നിനക്ക് എങ്ങനെ കിട്ടി? അവളുടെ പാസ്വേഡൊക്കെ എനിക്കറിയാം. ഇടയ്ക്കൊക്കെ ഞാൻ അതിലൊന്ന് കോൾ വിളിക്കാറുള്ളതാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അവൾക്കോട് പ്രേമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. പക്ഷേ അതിലേക്ക് അങ്ങനെ അയച്ചു കൊടുത്തിരിക്കുന്ന പടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ടു. ചാറ്റും ഇവളും അയച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ 2-3 പടങ്ങൾ ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾ അറിയാതെ തന്നെ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു. അതിൽ മെസ്സേജുകൾ ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അതെന്നെ കാണിച്ചു. ആ പടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവ് തന്നെയാണ് അവൾക്കത് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഡാഡിയെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിൻ്റെ മറുപടിയായി താഴെ കൊടുത്തിരിക്കുകയാണ്, ഒത്തിരി ഇഷ്ടമായി. എന്നുമെന്നും എനിക്ക് സ്വന്തം, അമ്മയ്ക്കും എനിക്കും ഒന്നല്ലേ സ്വന്തം എന്ന് പറഞ്ഞ് എൻ്റെ മകൾ അയച്ചിരിക്കുന്ന മെസ്സേജ് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അവൻ പറഞ്ഞ യഥാർത്ഥമാണ്. അവനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഞാൻ മകൾ നല്ലവളായി നടിച്ച് ഇങ്ങനൊരു സ്വഭാവം കാണിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വളർത്തിയ മകൾ തന്നെയല്ലേ ഇത്? എനിക്ക് കൺഫ്യൂഷൻ. അവൻ പറഞ്ഞു, അമ്മേ, എൻ്റെ കൂടെ വാ, നിങ്ങളുടെ മറ്റേ വീട്ടിലാണ് ഇപ്പോൾ 2 പേരും. നീ ഉള്ളതാണോ പറയുന്നത്? അതെ, ഡ്യൂട്ടിക്കാണെന്നും കോളേജിലാണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് പലപ്പോഴും അവർ 2 വീടുകളിൽ സന്ധിക്കാറുണ്ട്. ഇവിടെ ആകുമ്പോൾ അവിടെ പോകും, അവിടെ ആകുമ്പോൾ ഇവിടെ വരും. അമ്മ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവൻ്റെ കൂടെ ബൈക്കിലിറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചെന്നിട്ട് കുറേ അകലെ ബൈക്ക് വെച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി കുറുക്ക് വഴിയിലൂടെ, അതെനിക്കറിയാമല്ലോ, ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ 2 പേരും കൂടെ അത് കണ്ടുപിടിക്കാൻ ചെന്നു. അവസാനം ഞങ്ങൾ റൂമിൻ്റെ പുറത്ത് നിന്ന് അത് ഏകദേശം ചെറിയൊരു കാഴ്ചയിൽ കൂടി കണ്ടുപിടിച്ചു. മാഡം, എന്നെ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു. കാര്യം എൻ്റെ അടുത്ത് ഭയങ്കര അതീശത്വം പുലർത്തുന്ന അങ്ങേർ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അടിമയെ പോലെയാണ് പെരുമാറുന്നത്. കഴുത്തിലൂടെ എന്തൊക്കെയോ ഇട്ട് അങ്ങേരെ പ്രത്യേക രീതിയിൽ നടത്തിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു മാഡം. എനിക്കതൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ചെക്കൻ പറഞ്ഞത് ഇതൊക്കെ വീഡിയോയിലൊക്കെ കാണുന്ന തരം എന്തൊക്കെയോ കാര്യങ്ങളും റോളുകളും ഒക്കെയാണെന്ന്. പിന്നീടാണ് എല്ലാം എനിക്ക് വിശദമായിട്ട് മനസ്സിലായത്. വീട്ടിൽ വന്നപ്പം ഇവളോട് ഇതെങ്ങനെ പറയണം, അങ്ങനോട് എങ്ങനെ സംസാരിക്കണം എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് കണ്ടല്ലോ.
ഞാൻ തകർന്നു പോയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ശരിക്കും ഒരു ധൈര്യം വന്നപ്പോൾ കണ്ട കഥ ഉൾപ്പെടെ എല്ലാം ഞാൻ ചോദിച്ചു. രണ്ടുപേരും ഞെട്ടിത്തിരിച്ചു. കണ്ടുപിടിക്കുന്ന കരുതിയല്ല. അവസാനം ഞാൻ വഴക്കിട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകളാണ് ആദ്യം ശബ്ദിച്ചത്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കെന്താ? അമ്മയ്ക്ക് ലാഭമല്ലേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വരുത്തിയത്. അമ്മയ്ക്ക് ആദ്യം കല്യാണവും കളവാണോ ഒന്നും വേണ്ട. ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ സ്വയം മതി മറന്നു. എൻ്റെ കൂടി ആവശ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുൻകൈ എടുത്തത്. എനിക്കല്ലെങ്കിലും ഈ പ്രായമുള്ള ആണുങ്ങളോട് പണ്ടേ നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇത്രയും പ്രായം കൂടിയ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡാഡിയായിട്ടിവിടെ വീട്ടിൽ നിൽക്കട്ടെ. അതാണ് എനിക്ക് സേഫ്. അതുമാത്രമല്ല, എനിക്ക് അമ്മയോട് പറയാനൊന്നും പറ്റാത്ത മറ്റ് പല കാര്യങ്ങളും താല്പര്യമുണ്ട്. അതൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ഞാനും ഡാഡിയും കൂടെ എൻ്റെ ഇഷ്ടത്തിന് പോകും. അവസാനം ഞാനും ഡാഡിയും പറയും അമ്മയാണ് കുറ്റക്കാരിയെന്ന്. എന്ന് പറഞ്ഞിട്ട് മകൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം. ഭർത്താവ് ഉണ്ടായിരിക്കും. ഭർത്താവിൻ്റെ സഹകരണവും കിട്ടും. അല്ല, നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സ്മൂത്തായിട്ട് അങ്ങ് പോയേനേയും. എനിക്ക് ഇങ്ങനെയാണ്. അപ്പം നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പറയണം, കല്യാണം കഴിക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. ഡാഡി ഉള്ളിടത്തോളം ഞാനിങ്ങനെ നിന്നോളാം എന്നൊക്കെ പറയുന്നു. മാഡം, എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയത്? അവളെ തള്ളിക്കളയാനും പറ്റുന്നില്ല, ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആകെ ഒരു വിഷമവൃത്തത്തിലാണ്. എൻ്റെ ഭർത്താവും അവളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം? ആരോടും പറയാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കങ്ങനെ ഈ ഒരു കാലത്ത് കല്യാണവും നടത്തി എല്ലാമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് ഇത്രയും കള്ളത്തരമാണ് മകൾ കാണിക്കുന്നത് മനസ്സിലായത്. അതങ്ങനെയാണ്. ആളുകൾ വിചിത്രമാണ്. പുറത്ത് ഒരു സ്വഭാവം, അകത്ത് വേറൊരു സ്വഭാവം. എന്തായാലും ഇതിപ്പോൾ അവരുടെ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡും വിചിത്രമായ കാര്യങ്ങൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് തന്നെ കൊടുക്കേണ്ടി വരും. കാര്യം ഇതൊന്നും അല്ല ഒരു കുടുംബത്തിൻ്റെ സെറ്റപ്പ്. ഇത്തരം വിചിത്രമായ മോഹങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അത് ഇവിടെയല്ല പ്രയോഗിക്കേണ്ടത്. പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും. എന്നാലൊരു കുടുംബജീവിതം പോലും കിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേർവഴി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെയും മകളുടെയും ഒക്കെ സഹകരണം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒരു കൗൺസിലിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ സക്സസ് ആകാം. പക്ഷെ അതല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ അനുസരിച്ച് നിങ്ങൾ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. കാര്യം വിചിത്രമായ ഇഷ്ടമുള്ളവർ കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ശരിയാക്കിയെടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. മറ്റ് രണ്ടു പേർ കാണിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാനേ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓർക്കുക, എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. കൂട്ടത്തിൽ ഒഴുകിപ്പോകാം, അല്ലെങ്കിൽ അനുഭവിക്കാം, അല്ലെങ്കിൽ മാറിപ്പോകാം. ഇതൊക്കെയല്ലേ പറ്റുകയുള്ളൂ.